ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. ജോൺ, ആക്ച്വലി ഇത് എന്റെ കുറ്റാരോപണമല്ല. ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നു ഞാനിപ്പോ വളരെ സെൽഫിഷായി മാറിയിരിക്കുകയാണ്, എന്റെ ശ്രദ്ധ പൂർണ്ണമായും കരിയറിലേക്ക് മാറിയെന്ന്. അതെ, ഈ ഇത് സത്യമാണ് ശരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ്ലി ഗിൽറ്റി പാർട്ടി ഞാൻ തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനാണ്. എപ്പോഴും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് വേണ്ടി എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് ഐ എം അബ്സസ്ഡ് വിത്ത് മൈ കരിയർ. ഞാൻ ഒരുപാട് അപ്സെറ്റ് ആയിപ്പോയി. ഞാൻ എന്ത് സിനിമയാണ് ചെയ്യേണ്ടത്. ദിവസവും ഞാൻ ഓരോ സ്ക്രിപ്റ്റ് പഠിക്കും. അതിനുശേഷം ഞാൻ ഇന്ന് ആലോചിക്കും. അതിനുശേഷം ഞാൻ ഒരാളെ പോയി മീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കും. ഞാൻ ഉറങ്ങുമ്പോൾ ഏകദേശം 3 o'clock ഒക്കെ ആവും. പിന്നെ 6 മണിക്ക് ഞാൻ എണീക്കും. ഐ ഹാർഡ്ലി സ്ലീപ്പ്. പിന്നെ എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പോക്കറ്റിൽ എപ്പോഴും പൈസ ഒന്നും കാണത്തില്ല. പിന്നെ ഈ വാച്ച് ആക്ച്വലി ഞാൻ ഈ ഷോയ്ക്ക് വരുവാന്നും പറഞ്ഞാണ് ഇട്ടത്. ഈ ഷൂ ഞാൻ ഈ ഷോയ്ക്ക് വരുവാന്നും പറഞ്ഞാൽ ഇട്ടത്. എനിക്ക് ചപ്പലാണ് കംഫർട്ടബിൾ. സോ ദിസ് ഇസ് ദ ഫോം ഓഫ് ഡ്രസ്സിംഗ്. രജിത് ശർമ്മയുടെ ഷോയിലോട്ടാണല്ലോ വരുന്നത്. വളരെ നീറ്റായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. രജിത് ശർമ്മയുടെ ഷോ ആപ്കി അദാലത്തല്ലേ, ഞാൻ വളരെ നീറ്റാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ പാക്കറ്റിൽ പൈസ ഉണ്ടാവില്ല എപ്പോഴും. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിരഞ്ജീവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡ്രൈവറുണ്ട്, എപ്പോഴും കൂടെ അസിസ്റ്റൻ്റ് ഉണ്ട്. എല്ലാം 1 stop ഷോപ്പാണ്. ചിരു എനിക്കൊരു 10 രൂപ തരുവാണെങ്കിൽ ഞാൻ ആ കാർണേഷൻ അത് മേടിക്കാൻ ആഗ്രഹിക്കുവാണ്. എനിക്ക് 10 രൂപ താ, എനിക്ക് ആ റോസ് ഒന്ന് മേടിക്കണം. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കടം മേടിച്ചാണ് അപ്പോഴൊക്കെ ഇത് മേടിച്ചോണ്ടിരുന്നത്. ഫ്ലാസ്. സൽമാനും താങ്കൾക്കും കത്രീനയുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം എന്തോ പ്രശ്നമായെന്നും കേട്ടു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല. ഇത് സത്യമല്ല. പിന്നെ ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുവാണ്. ഡെഫിനറ്റ്ലി സൽമാനും എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്നും എനിക്ക് ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛനും അമ്മയും ഇതാണ് എനിക്ക് ലൈഫിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. മോനെ നല്ലപോലെ വർക്ക് ചെയ്യേ, എന്നിട്ട് കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് വന്നാൽ മതി. ആരുടെ വഴക്കൂടാൻ പോകണ്ട. വഴക്കൂടുന്നത് നിന്റെ പണിയല്ല ഒരിക്കലും. ഇതാണ് അമ്മ പറഞ്ഞത്. സൽമാൻ ഖാൻ ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ താങ്കളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജോൺ എബ്രഹാം കത്രീനയെ ഒരു സിനിമയിൽ നിന്ന് റിമൂവ് ചെയ്തെന്ന്. പറയൂ. അതിനുശേഷമാണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ആയതെന്നും. സർ അത് പിന്നെ സർ അത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ റീസൺ. ആ സിനിമയുടെ പേരാണ് സായ. അപ്പോൾ സായ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിസം മൂവി റിലീസായില്ല. അപ്പം ഞാൻ പുതിയ പയ്യനാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ പോലും പിന്നെ ആ ഡെഫിനറ്റ്ലി ഞാൻ ആ സമയത്ത് ഞാൻ എപ്പോഴും അത് റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തോ ഈ ഹീറോയിനെ എടുത്തിട്ട് ആ ഹീറോയിനെ ഇടാനും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പോകത്തില്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് ഇന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്രയും ഇൻഫ്ലുവൻസ് ഇല്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ പവർ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ സിനിമയിലുള്ള ഹീറോയിനെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യോ എടുത്ത് കളയോ ഞാൻ ചെയ്യത്തില്ല. ഞാനൊന്നും തലയെടുത്തില്ല. ഡയറക്ടർ എന്ത് പറയുന്നു ഞാൻ അതേ കേൾക്കുള്ളൂ. സോ ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കത്രീന ഒരു ഷോട്ടിലുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ആ സെറ്റിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു അവരെന്ത് വാട്ട് ഹാപ്പൻഡ് എന്ന്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. എപ്പോഴാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡ് തീരുന്ന സമയത്താണ് അവരത് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം ഞാൻ അറിഞ്ഞപ്പോൾ വളരെ ഷോക്കായി പോയി. ഞാൻ എന്താ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്തുകൊണ്ടാ അല്ല എങ്ങനെയായിരിക്കും എനിക്ക് കാരണം അറിഞ്ഞൂടാ. സോ ഐ തിങ്ക് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അൺട്രൂ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആരെയും. ഡെഫിനറ്റ്ലി ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അടുത്തവരുടെ ലൈഫ് വെച്ച് കളിക്കാൻ പാടില്ല. ഒരാളുടെ കരിയർ വെച്ച് കളിക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ മൈ ജോബ് കംപ്ലീറ്റ്ലി. ഐ തിങ്ക് യു ഹാവ് ടു ബി വെരി സെൻസിറ്റീവ്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ കത്രീനെ അല്ല ആരാണെങ്കിലും ഞാൻ ചെയ്യില്ല. കാരണം ആരായാലും ഇവിടെ വരാൻ ഇത്രയും ദൂരം വരാൻ എന്തോ ഒരു കഷ്ടപ്പെടണം. അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഹീറോ എനിക്ക് ഈ ഹീറോയിനാണ് വേണ്ടത്, ഈ ഹീറോയിനെ വേണ്ട, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ. ഇറ്റ്സ് നോട്ട് ഫെയർ. സൽമാൻ ഈ കാര്യവും പറഞ്ഞിരുന്നു. ന്യൂയോർക്കിൽ അദ്ദേഹത്തോടൊപ്പം താങ്കൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കത്രീന അപ്പോൾ ഒരു വലിയ സ്റ്റാറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സൽമാൻ പറഞ്ഞത് ഞാനും കത്രീനയും കൂടെ ചേർന്നാണ് തീരുമാനിച്ചത് ജോണിനൊപ്പം വർക്ക് ചെയ്യാമെന്ന്. താങ്ക് യു. നിങ്ങൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി കത്രീന ഈസ് എ വെരി ബിഗ് സ്റ്റാർ ആൻഡ് ഐ വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ് ഓൾവേസ്. ഞാൻ അവർക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ കാരണം എനിക്കും കബീർ ഖാനും ഒരു വലിയ ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതിനുവേണ്ടി താങ്ക് യു സോ മച്ച്. താങ്ക് യു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, താങ്കൾ ഏത് ഹീറോയിനൊപ്പം വർക്ക് ചെയ്താലും അത് കത്രീനയാണെങ്കിലും ശരി വിദ്യാബാലനാണെങ്കിലും ശരി അവരോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാറുണ്ട്. സോ അത് എപ്പോഴും എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് സിനിമയുടെ പബ്ലിസിറ്റിക്കായിരിക്കും, അറിഞ്ഞൂടാ. എപ്പോഴും ഓരോ സിനിമയുടെ ഐ ഡോണ്ട് നോ, എൻ്റെ ഓരോ സിനിമയിലെ ഹീറോയിൻസിനും എനിക്ക് റൂമേഴ്സ് വന്നുകൊണ്ടാണ്. ഫസ്റ്റ് ഫിലിം തൊട്ടേ താങ്കൾ ഈ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.
അങ്ങനെ പിന്നെ എല്ലാ സിനിമകളിലും അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ സിനിമയിൽ ശരിക്കും ഉണ്ട്, അത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ വർക്കിലായിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ജോബാണ് ഫസ്റ്റ്, അതല്ലാണ്ട് വേറെ ഒന്നും. ഹീറോയിൻ ആരാ നോക്കത്തൊന്നുമില്ല. ഈ കത്രീന വിദ്യ ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ആരാണെങ്കിലും ഓക്കെയാണ്. ഇടയ്ക്കൊരു ഹീറോവും വന്നേക്കുമല്ലോ, ഹീറോ സർ. മറ്റുള്ളവരുടെ കല്യാണത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ പോലും താങ്കൾ ആലോചിച്ചില്ലേ? രജിത് സാർ, അത് നല്ല കാര്യമാണ്. അത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചോ ഡാൻസിനെ കുറിച്ച്. ഞാൻ എപ്പോഴും അപ്പിയറൻസസ് ചെയ്യത്തില്ല ഒരിക്കലും. എന്താണെന്ന് അറിഞ്ഞൂടാ, പ്രിൻസിപ്പലി ഞാൻ എൻ്റെ മൈൻഡിൽ അത് ഫിക്സ് ചെയ്തിരിക്കുവാണ്. ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ വെഡ്ഡിങ്ങിൽ ഡാൻസ് ചെയ്യാൻ പാടില്ല, ഫംഗ്ഷന് പോകാൻ പാടില്ല. അങ്ങനെ ഞാനൊരു ഫംഗ്ഷന് പോയാൽ അത് NGO ഫംഗ്ഷൻസ് ആയിരിക്കും. അതങ്ങനെയാണ് NGOയുടെയൊക്കെ, അതായത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. എൻ്റെ ഏജന്റ് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ ഉണ്ടാക്കാത്തതെന്നും പറഞ്ഞ്. നിങ്ങൾ ഡാൻസ് കളിക്കുന്നില്ല, നിങ്ങൾ ഫിലിം ഫെയർ അവാർഡിന് പോകുന്നില്ല, കല്യാണത്തിനും കളിക്കാൻ റെഡിയല്ല, എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എൻ്റെ മെയിൻ പണി സിനിമയിൽ വരുന്നത് ആൻഡ് ഗോ ഫോർ ചാരിറ്റബിൾ ഫംഗ്ഷൻസ്. ഒരുപക്ഷേ കോളേജ് സ്റ്റുഡൻസ് എന്നെ വിളിച്ചാൽ ഞാൻ ആ കോളേജ് ഫംഗ്ഷൻസിന് തീർച്ചയായിട്ടും പോകും. ബിക്കോസ് കോളേജ് സ്റ്റുഡൻസിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവരുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ മോം വർക്ക്സ് ഫോർ മേക്ക് എ വിഷ് ഫൗണ്ടേഷൻ. ഇറ്റ്സ് എ ക്യാൻസർ തിങ്. സോ ഒരു പ്രാവശ്യം മേക്ക് എ വിഷിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ക്യാൻസർ പിള്ളേരുടെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവർ ഈ ആർട്ടിസ്റ്റിനെ കാണാൻ ആഗ്രഹിക്കും, ഈ ആക്ട്രസിനെ കാണാൻ ആഗ്രഹിക്കും. ആരും അവിടെ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തന്നെ പോകും അങ്ങോട്ട്. അമ്മ എനിക്ക് കോൾ ചെയ്ത്, മോനെ ജോൺ, ആ ആക്ടർ വന്നിട്ടില്ല, നീ അങ്ങോട്ട് വന്നേരെ. ഞാൻ അങ്ങോട്ട് പോകും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ. ഐ ലൈക്ക് ദറ്റ് വെരി മച്ച്. പിന്നെ ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾ 200-300ഓളം തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. സോ അത് അമ്മയുടെ ഒരു ശീലമാണ്. എപ്പോഴും 25 വർഷമായിട്ട് അമ്മ ചെയ്യുന്നതാണ്. കല്യാണത്തിൽ കൊമേഴ്ഷ്യലായിട്ട് പോയ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഡോണിയുടെ കല്യാണത്തിന് താങ്കൾ പോയ സമയത്ത് അതെ, ഞാൻ കളിച്ചിരുന്നു. വളരെ നല്ലായിരുന്നു, അവിടെ നല്ല രസമായിരുന്നു. ഡോണി ന്യൂസ് ചാനൽസിനെ അലോ ചെയ്തില്ല, പക്ഷേ എല്ലാ ന്യൂസും പുറത്ത് വരികയും ചെയ്തു. അതായത് അവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ഡാൻസ് കളിച്ചത് ജോൺ എബ്രഹാം ആണെന്ന്. സാർ, അവിടെ ആക്ച്വലി കുറച്ച് ക്രൗഡ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. സോ ഐ ജസ്റ്റ് എൻജോയ്ഡ് ദ ഡേ, അത്രേ ഉള്ളൂ സാർ. ധോണിയുടെ കല്യാണത്തിൽ ടെണ്ടുൽക്കർ വലിയ ക്രിക്കറ്ററാണ്, ധോണിയുടെ വലിയ ഫ്രണ്ടുമാണ്. ധോണി സാർ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ജോൺ എബ്രഹാം എന്താ ധോണിയുടെ ചിറ്റപ്പനാണോ, അദ്ദേഹത്തിനെ മാത്രം വിളിച്ചതെന്ന് പറയുന്നു. സാർ, ധോണിയുടെയും എൻ്റെയും വാല്യൂ സിമിലർ ആയിരിക്കും. അദ്ദേഹം റാഞ്ചിയിൽ നിന്നാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഹീസ് എ വെരി സ്ട്രെയിറ്റ് ബോയ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാൻ വളരെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ, ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഫോർ ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരിക്കും. അദ്ദേഹം ഒരു ഫാമിലി മാൻ ആണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കോമൺ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ബൈക്ക് ഇഷ്ടമാണ്. ഹി ലവ്സ് മോട്ടോർ സൈക്കിൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് 29 ബൈക്സ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വെറും 4 എണ്ണമേ ഉള്ളൂ. സോ താങ്കളുടെ പക്കൽ 4 മോട്ടോർ സൈക്കിൾ ഉണ്ട്, പക്ഷെ താങ്കൾ ഓടിക്കുന്നത് സാധാരണ ഒരു വണ്ടിയാണ്. അതെ, ഞാൻ ജിപ്സിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്, മാരുതി ജിപ്സി. ഞാൻ ജിപ്സി മേടിക്കാൻ പോയപ്പോൾ അവിടെ വിൽക്കുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇസ് ദിസ് ഫോർ യുവർ സെക്യൂരിറ്റി? ഞാനല്ല, എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. എനിക്കും ഞാൻ തന്നെ സെക്യൂരിറ്റി. ഞാൻ എന്തുകൊണ്ടാണ്, സാറിന് മനസ്സിലാകുന്നുണ്ടല്ലേ? സോ ഞാനത് എന്തുകൊണ്ടാണ് മേടിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഡാഡ് ജിപ്സി ബുക്ക് ചെയ്തപ്പോൾ വെൻ ഐ വാസ് വെരി യങ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഡാഡിൻ്റെ ബുക്കിംഗ് നമ്പർ 1 ദാറ്റ് ജിപ്സി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ അദ്ദേഹത്തിനെ പറ്റിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ആ സമയത്ത് എനിക്ക് ജിപ്സി വളരെ ഒരു ഗേൾ ഫ്രണ്ട് മാതിരിയായി. എൻ്റെ ഒരു ഫസ്റ്റ് ക്രഷ് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ജിപ്സി. അതുപോലെ ഈ ലോകത്ത് എന്തോരം കാറുകളുണ്ടോ എല്ലാം എന്ന് വെച്ചാൽ, ഐ ലവ് യുവർ കാർ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ എൻ്റെ വണ്ടി വളരെ ബേസിക്കാണ്. കുറച്ച് നടുവേദന ഉണ്ടാവും, പക്ഷേ വളരെ നല്ല ഒരു റഫ് ഫീൽ കിട്ടും അത് ഓടിക്കുമ്പോൾ. താങ്കൾക്ക് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒത്ത് ടൈം ചെലവഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഫീലിംഗ് ഉണ്ടോ? അപ്പോ അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീക്കെൻഡ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി? ഇപ്പം ഞാൻ ഡാഡിനെയും മോമിനെയും ഡിന്നറിന് വേണ്ടി പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. ലഞ്ചിനൊക്കെ ഞാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ പാരൻസ് എങ്ങനത്തെ സിമ്പിൾ മൈൻഡാണെന്ന് വെച്ചാൽ, അച്ഛന് ഞാനൊരു വണ്ടി കൊടുത്തു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്, ഹോണ്ട സിവിക്. പക്ഷേ അച്ഛൻ ഇപ്പോഴും ബസ്സിലേ പോകത്തുള്ളൂ. അച്ഛൻ ഇപ്പോഴും, അമ്മ ട്രെയിനിൽ പോവും. അച്ഛൻ ഇപ്പോഴും ഓട്ടോറിക്ഷയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അടുത്തൊക്കെ ജിമ്മിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഞാനും ഓട്ടോസാണ് അധികം യൂസ് ചെയ്യുന്നത്. സോ ഞങ്ങൾ വളരെ വളരെ ബേസിക് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതൊക്കെ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല.
ഇതിനു മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു ആസ് എ ഫാമിലി, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. അങ്ങനെ ആഡംബരമായിട്ടിരിക്കാൻ ആഗ്രഹമില്ല. എപ്പോഴും ലൈഫ് ഒരുപോലെ തന്നെ ആയിരിക്കും. താങ്കൾ വലിയ സ്റ്റാറാണ്, പണമുണ്ട്, ഫെയിമുണ്ട്, പ്രസിദ്ധിയുണ്ട്, എല്ലാമുണ്ട്, വലിയ പടങ്ങളുണ്ട്, സക്സസ്ഫുൾ മെനാണ്. എന്നിട്ടും താങ്കൾ സിമ്പിളായിട്ടാണല്ലോ ജീവിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ എൻ്റെ അക്കൗണ്ടിൽ 550 റുപ്പീസ് ഉണ്ടായിരുന്നു. 550 രൂപ. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 550 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സാലറി 4,800 റുപ്പീസ്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 2003 ടൈം വെൻ ഐ കെയിം ടു ദ ഇൻഡസ്ട്രി. ഞാൻ ആ പൈസ വെച്ചിട്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ബലം കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, എൻ്റെ കാശ് കൊണ്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ. എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യപ്പെടാൻ പാടില്ല. പിന്നെ ജോൺ അബ്രഹാം ഇസ് എ ഇൻഡിവിജ്വൽ. അദ്ദേഹം ആരുടെയും ഫ്രണ്ട് ആവാനും പോകുന്നില്ല, എനിമി ആവാനും പോകുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നു, പണിയെടുക്കുന്നു, വരുന്നു, എല്ലാം പോകുന്നു. സ്ട്രോങ് ഇൻഡിവിജ്വൽ. പിന്നെ എൻ്റെ ഓഡിയൻസിന് ഒരു സ്ട്രോങ് റെപ്രസെൻറ്റേഷൻ, അത്രയും. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഒരുപാട് ഓഡിയൻസിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അബ്സല്യൂട്ട്ലി എന്നെ പോലെയാണ് ഇവരെല്ലാവരും എന്നെ പോലെ. ഐം ഷുവർ ഇവരൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ? ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ആളായിരുന്നിട്ട് ഇത്രയും ദൂരം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല ആരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള പെണ്ണോ ആണോ മാത്രമല്ല, ഇവിടെയുള്ള ജോൺ അബ്രഹാം ഞാനും അല്ല, ആരെ കൊണ്ട് വേണമെങ്കിലും. ഐ തിങ്ക് ഐ വോണ്ട് ടു ബി ഇൻ ദാറ്റ് വിഷൻ ഫോർ മൈ ഓഡിയൻസ്. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഇതാണ് പ്രാർത്ഥിക്കുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.